ജനനം മത്സ്യഗന്ധി എന്ന് അറിയപ്പെടുന്ന സ്ത്രീയിൽ നിന്നാണ് പരാശരനുണ്ടായ പുത്രനാണ് വ്യാസൻ. പിന്നെ സത്യവതി എന്നൊക്കെ പേര് വന്നിട്ടുണ്ട്. ചേതിരാജ്യത്തെ അല്ലെങ്കിൽ ചേതിരാജ്യത്തിലുണ്ടായിരുന്ന ഒരു രാജാവാണ് ഉപരിചരൻ. വസു എന്ന അറിയപ്പെടുന്ന ഉപരിചര വസു എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഗിരിക. മൂന്നാലഞ്ച് കുട്ടികളൊക്കെ ഉണ്ടായി. അവർക്കെല്ലാം രാജ്യം അങ്ങനെയൊക്കെ വീതിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ സഹധർമ്മി ഗിരിക ഋതുകാലം കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ ഭർത്താവിനോടൊപ്പം ഒന്ന് രമിക്കണം എന്നവർക്ക് തോന്നി. പക്ഷേ അതിന് സാധ്യമായിരിക്കണം. കാരണം പിതാവിന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന് വനത്തിലേക്ക് പോകേണ്ടി വന്നു. എന്തെല്ലാം ഉണ്ടായാലും അച്ഛന്റെ വാക്കുകളെ നിഷേധിക്കാൻ പാടില്ല എന്നാണ്, അല്ലെ അത് പറ്റില്ല എന്ന് പറയാൻ പാടില്ല. അത് മറ്റെന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും പിതാവ് പറയുന്ന കാര്യത്തെ അനുസരിച്ച് അത് സാധ്യമാക്കി കൊടുക്കേണ്ടത് ഒരു പുത്രന്റെ ധർമ്മമാണ്. പിതാവിന്റെ മാത്രമല്ല, മാതാവിന്റെ. അച്ഛനും അമ്മയ്ക്കും സങ്കടം വരുത്തിയിട്ടുള്ള മക്കളൊന്നും മക്കളല്ല എന്നാണ്. ദശരഥ ഭൂപന്റെ മരണത്തിന് കാരണമായത് രാമനെ ഓർത്തുള്ള ദുഃഖമാണ്. അതാണ് ഇന്നലെ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. വന്ന് ഫ്രണ്ട് ഇരിക്കണം, പറയുന്ന കസേര കണ്ടിട്ട് ഫ്രണ്ട് വന്നു. അപ്പോ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? പിതാവ് കൊടുത്ത വാക്ക് സത്യമാക്കാൻ, തനിക്ക് അവകാശപ്പെട്ടതായിരിക്കുന്ന സർവസ്വം ഉപേക്ഷിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയി. മാതാപിതാക്കന്മാരുടെ വാക്കുകളെ നിഷേധിക്കുകയോ അവരെ അനുസരിക്കാതെയോ അല്ലെങ്കിൽ അവർക്ക്